മൊബൈൽ അഡ്വർടൈസിംഗ് സെക്ടറിൽ മാർക്കറ്റ് ലീഡറാണ് ആപ്പിൾ ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ സെക്ടറിൽ 40% മുതൽ 50% വരെയുള്ള മാർക്കറ്റ് ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ 3 വർഷമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ലോങ് ടൈമിൽ വലിയ കാര്യം ഉണ്ടാവുന്ന സംശയത്തിലാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ആ സംശയം തീർക്കാം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടും ഈ കമ്പനിയിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ കമ്പനിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വെൽക്കം ടു വോൾഫ്സ് ആൻഡ് പോൾസ്. ആദ്യം നമുക്ക് ആപ്പിൾ ഇന്ത്യ എന്ന കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആപ്പിൾ ഇന്ത്യ ഒരു എൻഡ് ടു എൻഡ് മൊബൈൽ അഡ്വർടൈസിംഗ് കമ്പനിയാണ്. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർ ബിസിനസ്സുകൾക്കും അഡ്വർടൈസേഴ്സിനും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലെ ഫീച്ചേഴ്സും സർവീസൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പനീസിന്റെ ആവശ്യത്തിനനുസരിച്ച് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ മാക്സിമം കസ്റ്റമേഴ്സിനെ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് അതിന് സഹായിക്കും. ഇപ്പൊ കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇനി കമ്പനിയുടെ വാല്യുവേഷനിലേക്ക് പോകാം. കൊറോണ സമയത്ത് സകല ബിസിനസ്സുകൾക്കും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അത്യാവശ്യമായിരുന്നു. അതിനാൽ തന്നെ IT കമ്പനിയുടെ ഡിമാൻഡ് കൂടുകയും നന്നായി പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാക്സിമം മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി IT കമ്പനീസ് അഡ്വർടൈസിങ്ങിന് ധാരാളം പൈസ ചെലവാക്കാൻ തുടങ്ങി. അത് ആപ്പിൾ ഇന്ത്യക്ക് ലാഭം ഉണ്ടാക്കിക്കൊടുക്കും. അതിനാൽ തന്നെ 2021 ഫെബ്രുവരിയിൽ 800 രൂപ ഉണ്ടായിരുന്ന ആപ്പിൾ ഇന്ത്യയുടെ ഷെയർ പ്രൈസ് 2021 മാർച്ച് ആയപ്പോഴേക്കും 1200 ടച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് കമ്പനിയുടെ PE റേഷ്യോ ഒരുപാട് ഹൈ ലെവലിൽ എത്തിയിരുന്നു. അതിനാൽ തന്നെ കമ്പനിക്ക് സ്റ്റോക്ക് പ്രൈസ് നിലനിർത്താനായിട്ട് ഇയർ ടു ഇയർ 50% 60% വരെ ഗ്രോത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കാരണം ആ സമയത്ത് IT കമ്പനികളുടെ ഡിമാൻഡ് കുത്തനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അട്രിഷൻ റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ കമ്പനികൾക്ക് അവരുടെ സ്റ്റാഫിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ സാലറി കൂട്ടേണ്ടി വന്നു. കമ്പനി ഗ്രോത്ത് കാണിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് കമ്പനി ചില കമ്പനികളെ ഏറ്റെടുത്തിരുന്നു. അതിലൊരു കമ്പനിയാണ് ആപ്നെക്സ് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ പ്രസൻസ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ചൈന, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ്. അതിനാൽ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് കമ്പനിക്ക് ഭാവിയിൽ കിട്ടും. കൂടാതെ കമ്പനി ജാം, മാസ്, വിസൂറി തുടങ്ങിയ ചില കമ്പനികളെ കൂടി ഏറ്റെടുത്തിരുന്നു. ഇതുവഴി കമ്പനിക്ക് AI പോലുള്ള ന്യൂ ഏജ് ഓട്ടോമേഷൻ ടെക്നോളജീസ് കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുവഴി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കമ്പനിയുടെ ബിസിനസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ കമ്പനിക്ക് കഴിയും. ഇനി നമ്മൾ കമ്പനിയുടെ വാല്യുവേഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കാണാം. മാർക്കറ്റിൽ IT കമ്പനികൾക്ക് കാര്യമായ തകർച്ച നേരിട്ടപ്പോൾ ആപ്പിൾ ഇന്ത്യ ആ തകർച്ച ഇല്ലാതെ പിടിച്ചതാണ്. അതുപോലെ ആപ്പിൾ ഇന്ത്യയെ അവരുടെ സെക്ടറിൽ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് അവർ റിസർച്ചിനും ഡെവലപ്മെന്റിനും ധാരാളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി പൈസ ചെലവാക്കുന്നുണ്ട്. ഇതുവഴി കമ്പനി അവരുടെ പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് Gen AI അവരുടെ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചത്. ഈ ഒരു ഫീച്ചർ വഴി കമ്പനിക്ക് ഇയർ ടു ഇയർ മിനിമം 20% ഗ്രോത്ത് കാണിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി മാനേജ്മെന്റ് പറയുന്നത്. അതുപോലെ എക്സ്പെർട്സ് പറയുന്നത് ഗ്ലോബലി അഡ്വർടൈസിംഗ് സെക്ടറിന് 60% വരെ വളർച്ചാ സാധ്യത ഉണ്ടെന്നാണ്. ഇങ്ങനെ 60% ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിലെ മേജർ കമ്പനീസിന് ഏകദേശം ഒരു 30% മുതൽ 35% വരെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റൊരു നേട്ടമാണ് കമ്പനിക്ക് ഗ്ലോബലി 36 പാറ്റന്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2023 മാത്രം 15 പാറ്റന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ AI പവർഡ് അഡ്വർടൈസിംഗ് ടൂൾസ് പോലുള്ള ടൂൾസും ഉൾപ്പെടുന്നതാണ്. അതിനാൽ തന്നെ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സിന് കുറച്ച് വർഷങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഏകദേശം കമ്പനിയുടെ പോസിറ്റീവ് സൈഡ് കവർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കമ്പനിയുടെ നെഗറ്റീവ് സൈഡ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. കാരണം പോസിറ്റീവിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിവേഗം മാറ്റങ്ങൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് IT സെക്ടർ. അതിനാൽ തന്നെ കമ്പനിയും അതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ കമ്പനിയുടെ കാര്യം കഷ്ടമാണ്. അടുത്ത നെഗറ്റീവാണ് IT സെക്ടറിലെ സ്ലോ ഡൗൺ. ഈ ആപ്പിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 75% ബിസിനസ് വരുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. സ്ലോ ഡൗൺ തുടരുകയാണെങ്കിൽ അത് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി. സൈനിങ്.